ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ അനന്തു. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു ഹണ്ട് നമുക്ക് വനത്തിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കിടന്നു അച്ഛൻ്റെ പേരിലുള്ളത്. അപ്പോൾ കുറേ നാളോട്ട് അവിടെ കാടൊന്നും വെട്ടാതെയൊക്കെ അങ്ങനെ ഇട്ടിരുന്നതാണ്. 5 സെൻറ്റേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതിലൊരു ഐഡിയ നമുക്ക് ഇടയ്ക്ക് ഇപ്പോൾ പിള്ളേരുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ പോയിരിക്കാൻ വേണ്ടി ഒരു മാടമല്ല, ഒരു ഔട്ട് ഹൗസ് പോലെ നമുക്ക് മുളയിലും അവിടുത്തെ കമ്പുകളിലും ഒക്കെ ചെയ്യാമെന്നുള്ള ഐഡിയയിൽ അങ്ങനെ അതിൻ്റെ പണി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഈ തുടക്കവും കൂടെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇതാ ഇപ്പോൾ മുള നമ്മൾ വെട്ടി, മുളയെ നമ്മൾ കീറി, മുള മേൽക്കൂരയ്ക്ക് കണ്ടില്ലേ ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി. തൂണുകളൊക്കെ അതിനകത്ത് നിന്ന് മഹാഗണി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്. അല്ല, ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പണി ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരനും മരുമകനൊക്കെയാണ്. മരുമകൻ അനിയൻ ഒക്കെയാണ് പണി ചെയ്യുന്നത്. അപ്പം ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ളൊരു ഇതിപ്പോൾ ഓല മേഞ്ഞ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മണ്ടയിൽ നമ്മൾ ടാർപ്പയാണ് ഉദ്ദേശിക്കുന്നത്. ടാർപ്പ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം കിടക്കും, ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈറയില ഒക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആണ് ടാർപ്പയിലോട്ട് എങ്കിലും ഓല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് വലുതായിട്ട് കാണത്തില്ല. പിന്നെ ടാർപ്പയുടെ കണ്ടില്ലേ, വെള്ളം അങ്ങനെ കണ്ടില്ലേ, ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇപ്പം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെന്താ പറയുക, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറയാവുള്ളൂ. എന്തായാലും തുടക്കമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച്, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ കണ്ടു നോക്കി.